പി.സി. ജോർജിന്റെ നാക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് വി മുരളീധരൻ മുൻമന്ത്രി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. പി.സി. ജോർജ് എന്തു പറഞ്ഞാലും, ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ പോയിരുന്ന് എന്തു പറഞ്ഞാലും സർക്കാരും പോലീസും നോക്കിയിരിക്കുകയാണ് പി.സി. ജോർജിനെ പൂട്ടാൻ എന്നാണ് വി മുരളീധരൻ്റെ പിന്താങ്ങൽ പ്രസ്താവന. പി.സി. ജോർജ് എന്ത് തെറ്റാണ് ചെയ്തത്? പി.സി. ജോർജ് നിർമ്മമമായ ഒരു കാര്യം, വളരെ പരിശുദ്ധമായ ഒരു കാര്യം ഒരു TV ചർച്ചയിലിരുന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന ധാരണയിലാണ് വി മുരളീധരൻ പി.സി. ജോർജിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഒരു നാക്കുപിഴയ്ക്ക് ഇത്രയധികം കേസെടുക്കേണ്ട ആവശ്യമുണ്ടോ? പി.സി. ജോർജ് പരസ്യമായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ മാപ്പ് അഭ്യർത്ഥിച്ചതല്ലേ എന്നൊക്കെയും മുരളീധരൻ പറയുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ മാപ്പ് പറയുന്നത് എന്ന് മറുചോദ്യം ചോദിക്കാൻ ഇത് കേരളമാണ്, കേരളത്തിൽ അങ്ങനെ മറുചോദ്യം ഉണ്ടാകുമെന്ന ധാരണ വി മുരളീധരന് ഇല്ലാതെ പോയതാണ് ഖേദകരം. വി മുരളീധരൻ പറയുന്നത് ഇന്ത്യയിലെ സർവമാന മുസ്ലിങ്ങളും മതതീവ്രവാദികളാണ് എന്ന പി.സി. ജോർജിൻ്റെ പ്രസ്താവന വളരെ പരിശുദ്ധമാണ്, ശരിയാണ് എന്ന തരത്തിലാണ് വി മുരളീധരനും വ്യാഖ്യാനിക്കുന്നത്. അതിനെതിരെ ജമാഅത്തെ ഇസ്ലാമി, SDPI, അതുപോലെ SIO, മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് എല്ലാ ആളുകളും രംഗത്തെത്തിയിരുന്നു. മതവിദ്വേഷ പ്രസംഗവും പ്രചാരണവും പതിവാക്കിയ പി.സി. ജോർജിനെതിരെ നടപടി വേണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ആവശ്യപ്പെട്ടു. കാരണം നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്തും വിളിച്ചു പറയാമോ, ഇത് കേരളമാണ് എന്നാണ് ഓർമ്മപ്പെടുത്തിയത്. മുമ്പൊരിക്കൽ ഇതുപോലെ തന്നെ പി.സി. ജോർജിനെതിരെ ആരോപണമുയർന്നപ്പോൾ കേസെടുക്കാൻ പോലീസ് വൈകി. അപ്പോൾ യുവജന സംഘടനകൾക്ക് സമരം ചെയ്യേണ്ടി വന്നു പി.സി. ജോർജിനെതിരെ കേസെടുക്കാൻ. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ജനം TV-യിലിരുന്ന് വിളിച്ചു പറഞ്ഞ വളരെ മോശം മതസ്പർദ്ധ പരത്തുന്ന തരത്തിൽ, കലാപ ആഹ്വാനം നടത്തുന്ന തരത്തിൽ, മതങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ, മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ ഒക്കെ പി.സി. ജോർജ് സംസാരിച്ചതിനെതിരെ ആളുകൾ രംഗത്തെത്തുകയും 7 പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ സംഘടനകളാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇവിടങ്ങളിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ഒരുപക്ഷെങ്കിൽ പി.സി. ജോർജിനെ കസ്റ്റഡിയിലെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ സമയത്താണ് വി മുരളീധരൻ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളുടെ വർഗീയ പ്രീണനമാണ്, മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ പിണറായിയുടെ പോലീസും പിണറായിയും ഏതറ്റം വരെ പോകും. അതിന് ഉദാഹരണമാണ് പി.സി. ജോർജിനെതിരെയുള്ള ഈ നിയമ നീക്കമെന്നാണ് മുരളീധരൻ്റെ ആരോപണങ്ങൾ. മുരളീധരൻ ഒരു വശത്ത് അങ്ങനെ പറയുന്നു. മുരളീധരൻ്റെ പഴയ സഹപ്രവർത്തകൻ ശ്രീ സന്ദീപ് വാര്യർ ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിലാണ്, കോൺഗ്രസിലാണ്. അദ്ദേഹം ഇപ്പോൾ മസ്കറ്റിലാണുള്ളത്. മസ്കറ്റിൽ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതാണ്: പി.സി. ജോർജിനെതിരെ സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് എത്രയും പെട്ടെന്ന് കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടതാണ്. അത് ചെയ്യാതെ ഇങ്ങനെ മൗനം പാലിക്കുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സന്ദീപ് വാര്യരുടെ വിമർശനം. ചുരുക്കി പറഞ്ഞാൽ സന്ദീപ് വാര്യർ പറയുന്നത് ആണോ ശരി, വി മുരളീധരൻ പറയുന്നതാണോ ശരിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ അവസരത്തിൽ. കാരണം രണ്ടുപേരും രണ്ട് തട്ടിൽ നിന്ന് സർക്കാരിനെ ആക്രമിക്കുകയാണ്. ഇതിലേത് പക്ഷം പറയുന്നതാണ് ശരിയെന്ന് ഇനിയും കണ്ടെത്തേണ്ട കാര്യമാണ്, മഷിയിട്ട് നോക്കേണ്ട കാര്യമാണ്. CPM മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണോ വിടുപണി ചെയ്യുന്നത്, അതോ BJP-ക്ക് വേണ്ടിയാണോ വിടുപണി ചെയ്യുന്നതെന്ന് മഷിയിട്ട് നോക്കി കണ്ടുപിടിക്കണം. ഏതായാലും പോലീസ് പി.സി. ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. കേസ് നിയമത്തിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകും. പി.സി. ജോർജിൻ്റെ നാക്കിന് ലൈസൻസ് ഇല്ല, നാക്കിന് എല്ലുമില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. ഇത് ഉത്തരേന്ത്യയല്ല, കേരളമാണ്. കേരളത്തിലെ മതേതര സംസ്കാരവും നിയമങ്ങളും അതേപടി പാലിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കെതിരെയും എന്തും വന്ന് തോന്നിയതുപോലെ വിളിച്ചു കൂവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകും എന്നതിന് ഉദാഹരണമാണ് സർക്കാർ നടപടി. വ്യത്യസ്ത രുചികളിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.